ഹായ് മക്കളെ, ലിബാൻ സാറാണ്. നിങ്ങളുടെ നാളത്തെ അക്കൗണ്ടൻസിയുടെ ഫൈനൽ എക്സാമിന് വരുന്ന 9 ചാപ്റ്റേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും ഒരൊറ്റ സമ്മറി, ഒരൊറ്റ നോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാർ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്, ഇങ്ങനെയൊക്കെ ഞാൻ പഠിച്ചാൽ മതി. സോ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് മക്കളെ, ഇന്നത്തെ രാത്രിയും നാളത്തെ രാവിലത്തെയും നിങ്ങളുടെ മുഴുവൻ സ്റ്റഡീസും 100% എക്സാമിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. പഠിക്കുന്ന ഒരു കാര്യവും വേസ്റ്റ് ആവാതെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നോക്കാം. സാർ ഞാനിത് പഠിച്ചു, എക്സാമിന് വന്നിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്ത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. നാളെ 7:30 ഇന്ന് ഇന്ത്യയുടെ ഫൈനൽ ക്രിക്കറ്റ് മത്സരം ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിത്തെ ലൈവ് നാളെ രാവിലെ 7:30 ഉണ്ട്. അപ്പോൾ 7:30 നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടി വരിക. ഇന്ന് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ ചാനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം കാണുക, അത് കണ്ട് പഠിച്ചാൽ മതി. സെറ്റല്ലേ? നോക്കാം. ഒന്ന്, നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ്ലി തിയറിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിക്കും. എന്താ മക്കളെ? അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ തിയറി പോർഷൻ എന്നുള്ള ഒരു വീഡിയോയിൽ എന്ത് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് ഉണ്ട്. സോ ഈ യൂസേഴ്സ് ഇൻറ്റേർണൽ ഉണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ടാകും, എക്സ്റ്റേണൽ ഉണ്ടാവും. സോ അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. അവസാനമായിട്ട് വേണം, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അക്കൗണ്ടിങ്ങിന് ഡിഫറെൻറ്റ് ബ്രാഞ്ച്, 3 ബ്രാഞ്ചിന് എന്താ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സെറ്റല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സാറേ ഞാൻ എല്ലാം പഠിച്ചു. എടാ നിങ്ങൾക്ക് നോക്കണ്ട, നിങ്ങൾ ഇതുവരെ പഠിക്കാതെ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ എന്ത് ചെയ്യുക, ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് 13 ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ട്. അതിലെ 4 പഠിക്കുക. എന്താ മക്കളെ? ഒന്ന് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, 2 അക്കൗണ്ടിങ്ങിൻ്റെ എൻറ്റിറ്റി കൺസെപ്റ്റ്, മൂന്നാമത്തത് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, പിന്നെ കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൊഡൻസ് കോൺസെപ്റ്റ്. ഇനി ഇതിന് പുറമേ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി എന്താ മക്കളെ, കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ഗോയിങ് കൺസേൺ കൊണ്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ 6 മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ഇവിടെയുള്ള ക്യാഷ് ബേസിസ്, അതുപോലെ തന്നെ അക്രൂവൽ ബേസ്, ഇത് നിർബന്ധമായിട്ട് പഠിക്കുക. അതേപോലെ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി. ക്ലിയർ? ഇനി ഈ ചാപ്റ്ററിന് ഉറപ്പായിട്ടും 2 മാർക്കിന് വരുന്നൊരു പോർഷനാണ് GST. എന്താണ് GST? GSTയുടെ കോമ്പോണൻസ്, GSTയുടെ അഡ്വാൻറ്റേജ്. ഈ അഡ്വാൻറ്റേജ് തന്നെയാണ് GSTയുടെ ഫീച്ചേഴ്സും. ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ, അഥവാ GSTയുടെ ജേണൽ എൻട്രി അടക്കം ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് നിർബന്ധമായിട്ടും കാണുക, എക്സാമിന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 and 2. ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കണം എന്താ മക്കളെ, നമ്മുടെ മോഡൽ എക്സാം നമ്മളെ പറ്റും സാധാരണ ഡബിൾ കോളം. എന്താ മക്കളെ? ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചോദിക്കും. സോ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ സിംഗിൾ കോളം, അല്ലെങ്കിൽ പെറ്റി കോളം. സോ നിങ്ങൾ പെറ്റി കോളം പഠിച്ചു വെക്കുക, കാരണം പെറ്റി കോളം ആയിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ചിലപ്പം ഡബിൾ കോളം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ചോദിച്ചിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഇതിൽ 4 ഏതെങ്കിലും ഒന്ന്. ഇത് 4 സെയിമാ, ഒരു മാറ്റവും ഇല്ല. ക്വസ്റ്റ്യനിൽ തരും, അത് അവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കും നമ്മൾ ലൈവിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാം എങ്ങനെ എഴുതാമെന്ന് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതെന്ത് ചെയ്യാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ജേണൽ എൻട്രി. എന്താ മക്കളെ? ജേണൽ എൻട്രി പഠിക്കുക. എന്താണ് ജേണൽ എൻട്രി, എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതും. കഴിഞ്ഞ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ലെഡ്ജർ പ്രിപ്പയർ, അതുൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചില്ലേ? സോ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ, ഇത് സാർ ഈ ചാപ്റ്റർ കുറേ പഠിക്കുക, ഇത് 2 ചാപ്റ്ററും കൂടിയാണ് പറയുന്നത്. അപ്പോൾ 2 ചാപ്റ്ററും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ പെറ്റി കോളം ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്കിൽ ആ ഒരു 4 ഏതെങ്കിലും ഒന്ന്, ജേണൽ എൻട്രി, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ, അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻസിൻ്റെ ഒരു ചോദ്യവും. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? 4 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് BRs അഥവാ 5ാമത്തെ ചാപ്റ്ററായ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഈ BRസിൻ്റെ കോസസ് ഓഫ് ഡിഫറൻസ്, എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, ആ കോസസ് മാത്രം പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി പ്രോബ്ലംസ് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ PRs എങ്ങനെ ചെയ്യുന്നു പഠിച്ചാൽ അതിൻ്റെ സിംഗിളായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ എന്താ മക്കളെ? ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇവിടെ ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിക്കാം. അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവുകളിൽ മിക്ക ലൈവുകളും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്, 2 മിനിറ്റ് മാത്രം ഇരുന്നാൽ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യാം, സെറ്റ് ആവാൻ വേണ്ടി പറ്റും. ദെൻ എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്യുക, അത് പഠിച്ചു വെച്ചോ. റെക്ടിഫിക്കേഷൻ എൻട്രി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന് പുറമെ ട്രയൽ ബാലൻസിൻ്റെ
ഒബ്ജക്റ്റീവ് എന്താ 3 ഒബ്ജക്റ്റീവ് ഉണ്ട്. എന്താ ഒന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന അരിത്മെറ്റിക്കൽ അക്യുറസി കാണാൻ വേണ്ടിയിട്ടാണ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു ഒബ്ജക്റ്റീവ്സും പഠിച്ചു വെക്കാം. ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ് ഇവിടെ തിയറിറ്റിക്കലി ചോദിക്കും. എന്താ മക്കളെ, ഒന്ന് പ്രൊവിഷൻസ് ആൻഡ് റിസർവ് ഇതിൻ്റെ വ്യത്യാസം ചോദിക്കും. ദെൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ക്ലിയർ? അപ്പം ഇത് രണ്ടും ഒന്നേ ഇത് അല്ലെങ്കിൽ ഇതെന്തെയും ചോദിക്കും. ചിലപ്പോൾ രണ്ടും ചോദിക്കാം. ഇനി ഡിപ്രിസിയേഷൻ്റെ കോസസ് എന്തെല്ലാമാണ് ഡിപ്രിസിയേഷൻ കാരണങ്ങൾ. ദെൻ ഡിപ്രിസിയേഷൻ എന്തിനാണ്, വൈ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത അഥവാ 2-3 ഡിപ്രിസിയേഷൻ ചെയ്താൽ ഉണ്ടാകുന്ന മെച്ചങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിപ്രിസിയേഷൻ അഥവാ എന്തിനാണ് ഡിപ്രിസിയേഷൻ ചെയ്യുന്നത്, ഒന്നെന്താണ് കറക്റ്റായിട്ട് എന്ത് പ്രോഫിറ്റ് അറിയാൻ, കറക്റ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരുപാട് വൈ ഡിപ്രിസിയേഷൻ, എന്തിനാണ് ഡിപ്രിസിയേഷൻ ചെയ്യുന്നത് എന്ന ഒരു പോർഷൻ ഉണ്ട്. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ്റെ ജേണൽ എൻട്രി, ഇത് മൂന്നും ഒരുമിച്ച് വരുന്നത്. എന്താണ് ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷൻ, ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതും അതിൻ്റെ ജേണൽ എൻട്രി. ജേണൽ എൻട്രി ഏതെങ്കിലും കാൽക്കുലേഷൻ അറിയണം അല്ലേ. പിന്നെന്താ ഇതിൻ്റെ അസറ്റ് അക്കൗണ്ട് അഥവാ മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ പ്ലാന്റ് അക്കൗണ്ട് എന്തെങ്കിലും ചോദിക്കും. സോ ഇതാണ് എസ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ. ഡീലല്ലേ, സെറ്റാണ്. അവസാനത്തെ 2 ചാപ്റ്ററാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2, നമ്മുടെ ക്ലൈമാക്സ് ചാപ്റ്റർ. ഇതിൽ നിങ്ങൾക്ക് ഉറപ്പാണ് മക്കളെ, ട്രയൽ ബാലൻസ് വെച്ചിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, എന്താണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, ഒരു P&L അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ്. ചിലപ്പം ബാലൻസ് ഷീറ്റ് ചോദിക്കില്ല, ഇപ്പം ട്രേഡിങ്ങും P&L മാത്രം ചോദിക്കുക. ചിലപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ഫുള്ള് തരും, എന്നിട്ട് P&L ബാലൻസ് ഷീറ്റും മാത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചോദിക്കും. ചിലപ്പം P&L തരും, എന്നിട്ട് ട്രേഡിങ്ങും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്ത് വന്നാലും എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് എന്ത് ചെയ്യുക ചെയ്യാൻ വേണ്ടി പറ്റണം. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് രണ്ടും കൂടിയുള്ള ഒരു 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തെയും ചോദിച്ചിരിക്കും. ക്ലിയർ ആണോ? ഇതാണ് നിങ്ങൾക്ക് ആകെ ചോദിക്കുന്നത്. ഇനി ഇവിടെ സാർ തിയറിറ്റിക്കലി ചോദിക്കുക, അതേ തിയറിറ്റിക്കലി ചോദിക്കും. തിയറിറ്റിക്കലി മാർഷലിംഗ് എന്താണ്, എന്താ മക്കളെ, മാർഷലിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ്, ഇത് രണ്ടും എന്താ നമ്മുടെ ഈ ചാപ്റ്റർ, നമ്മുടെ തിയറി പോർഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാൻ. എന്താ മാർഷലിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്. അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടും ട്രേഡിങ്ങും P&L എന്താ മക്കളെ, ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് വ്യത്യാസം, അല്ലെങ്കിൽ ഡയറക്റ്റിൻ്റെയും ഇൻഡയറക്റ്റിൻ്റെയും വ്യത്യാസം എന്തെയും ചോദിക്കും. ക്ലിയർ അല്ലേ? ഈ രീതിയിൽ നമ്മളെ മൊത്തം ചാപ്റ്റേഴ്സും ഇങ്ങനെയാണ് നമ്മൾ സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുക, സെറ്റായിട്ട് എക്സാമിന് പോവുക, ഡൺ ആക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. മക്കളെ ലൈവ് മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്.